കൂട്ടുകാർക്ക് മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു രാജ്മ കറി ചെയ്ത് നോക്കാം. കിഡ്നി ബീൻസ് ഇല്ലേ, രാജ്മ പയർ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇത് ചപ്പാത്തിക്ക്, പൂരിക്ക്, അപ്പത്തിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മിക്കവാറും ആൾക്കാർക്ക് രാജ്മ വേവുന്നില്ല എന്നൊരു പരാതിയുണ്ട്. രാജ്മ വേവാൻ ഒരു പാടുകൾ, നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്മ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ട്. ഒരു കപ്പ് രാജ്മ പയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രാത്രി മൊത്തം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. മിനിമം ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഈ വെള്ളത്തിൽ നിന്ന് ഇതെടുത്തിട്ട് കഴുകി എടുത്തിട്ട് വേണം കുക്കറിലേക്ക് ഇടാൻ. നമുക്ക് കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് കടല വേവിക്കാൻ വേണ്ടി എത്ര വെള്ളം നമ്മൾ ഒഴിക്കാറുണ്ടോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഇതിന് ഒരു 5 തൊട്ട് 7 വിസിൽ വരെ വെക്കണം. എന്നാൽ മാത്രമേ നല്ലോണം ഇത് വേവുള്ളൂ. ഇപ്പം ഞാനൊരു 7 വിസിൽ ഏകദേശം വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് തുറന്ന് നോക്കുന്നത്. ചേരാം, ഇത് നമുക്ക് നല്ല ചൂടായത് തൊട്ട ഇപ്പോൾ കൈ പൊള്ളിപ്പോവും. എന്നാലും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് ഉടച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ലോണം വെണ്ണ പോലെ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു തവി പയർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നല്ലോണം തണുക്കണം. അത് എന്തിനാണെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഇനി ഇതിന് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ 2ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള എടുത്തിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം വലിയ കഷ്ണമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു 3 തണ്ട് ഫുള്ള് പുതിനയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വഴറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് അതിൻ്റെ പകുതി സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 3 തക്കാളി മുറിച്ചതും അത് വഴറ്റിയെടുത്തിട്ട് നമുക്ക് രാജ്മ വേവിച്ച് വെച്ചേക്കുന്ന പയറിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് അരപ്പിട്ട് തിളപ്പിക്കാനുള്ളതാണ്. അതാണ് ഞാനിവിടെ 2ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുക്കിംഗ് ഓയിൽ ഏതായാലും മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ സവോള ഹാഫ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് വാടിയാൽ മതി, ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട. അതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം പുതിനയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ചുമന്ന മുളക്, ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പിരിയൻ മുളക് കൂടി ഞാൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നേ പച്ചമണം മാറുന്ന വരെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമുക്കത് മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് അരച്ച് നമുക്ക് ഈ ചട്നി പോലെയൊക്കെ കിട്ടും. നല്ല തിക്കായിട്ടൊരു പേസ്റ്റ് കിട്ടും. ഇങ്ങനെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ വഴറ്റിയ പാനിലേക്ക് പിന്നെ കഴുകൊന്നും വേണ്ട. അതിൻ്റെ അകത്തേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കടുക് ഇടുന്നില്ല. കടുകിന് പകരമാണ് ഞാൻ ജീരകം ഇട്ട് കൊടുത്തത്, ചെറിയ ജീരകം അത്. എന്നിട്ട് അതൊന്ന് പൊട്ടണം, ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പകുതി സവോളയുടെ ബാക്കിയുണ്ടല്ലോ കൊത്തി എറിഞ്ഞത്, അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം. ആ ജീരകത്തിൻ്റെ മണവും സവോളയുടെ മണവും എല്ലാം കൂടിയിട്ട് നല്ലൊരു മണം വരും. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വന്നതിന് ശേഷം എടുത്തു വെച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റണം. വഴറ്റിയിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സിമ്മിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കും. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടാവും. സവോളയും തക്കാളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരുന്ന രാജ്മ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ കൂട്ടുണ്ടല്ലോ, അരപ്പ് തിക്കായിട്ടുള്ളത്, അതും കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന മിക്സിയിലേക്ക് തന്നെ നേരത്തെ കുറച്ച് രാജ്മ പയർ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇപ്പം ഞാൻ അരയ്ക്കാൻ പോവാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കായത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, അതിന് നല്ലൊരു റിസൾട്ടും ഉണ്ടാവും. അരയ്ക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ആദ്യം, എന്താ വെച്ചാൽ അത് തെറിച്ചു പോകും ചിലപ്പോൾ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക, പിന്നെ വേണമെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഈ കൂട്ടും കൂടിയിട്ട് നമ്മൾ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എത്രയാണ് ഗ്രേവി നിങ്ങൾ തിക്നെസ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് കറക്റ്റ് ആക്കിയെടുക്കാം. ഇതിങ്ങനെ അരച്ചിട്ട് കൊടുക്കുന്ന കാരണം ടേസ്റ്റും കൂടും, ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും, നല്ലൊരു മണവും ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം തിളയ്ക്കാൻ വിടണം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ഒന്ന് നല്ലോണം തിളയ്ക്കണം. എന്നിട്ട് അവസാനമായിട്ട് മിക്കവാറും എല്ലാ കറിയിലും സൈഡ് ഡിഷായിട്ട് ചോറിനല്ലാണ്ട് ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കറിയിലും ഞാൻ ചെയ്യാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. ഇങ്ങനത്തെ സൈഡ് ഡിഷിനൊക്കെ ചോറിന് ഉപയോഗിക്കുന്ന കറിയിലൊന്നും ഇങ്ങനെ ചെയ്യരുത്, ബാക്കി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന കറിയിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പി. അറിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. മിക്കവാറും ഞാനൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിരിക്കും ഇടാൻ ചാൻസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.